ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, അവശ്യമേരത്തെന്നെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോൻ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്തിൽ ഞാൻ ആരാധിക്കുന്നു. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, അവശ്യമേരത്തെന്നെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോൻ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്താൽ ഞാൻ ആരാധിക്കുന്നു. ചേർന്ന് യഹോവയീരേ എനിക്കായി കരുതും, നാളെയെ നിനച്ചു ഞാൻ കരയുകില്ല. യഹോവയീരേ എനിക്കായി കരുതും, നാളെയെ നിനച്ചു ഞാൻ കരയുകില്ല. കണ്ണുനീരെല്ലാം തുടച്ചിടുമൊരു ദിനം അവനെന്റെ ദൈവമല്ലോ. കണ്ണുനീരെല്ലാം തുടച്ചിടുമൊരു ദിനം അവനെന്റെ ദൈവമല്ലോ. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, അവശ്യമേരത്തെന്നെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോൻ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്തിൽ ഞാൻ ആരാധിക്കുന്നു. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, അവശ്യമേരത്തെന്നെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോൻ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്തിൽ ഞാൻ ആരാധിക്കുന്നു. യഹോവയീരേ എനിക്കായി കരുതും, നാളെയെ നിനച്ചു ഞാൻ കരയുകില്ല. യഹോവയീരേ എനിക്കായി കരുതും, നാളെയെ നിനച്ചു ഞാൻ കരയുകില്ല. പിന്നെയോ കണ്ണുനീരെല്ലാം തുടച്ചിടുമൊരു ദിനം അവനെന്റെ ദൈവമല്ലോ. കണ്ണുനീരെല്ലാം തുടച്ചിടുമൊരു ദിനം അവനെന്റെ ദൈവം. യഹോവയീരേ, യഹോവയീരേ എനിക്കായി കരുതും, നാളെയെ നിനച്ചു ഞാൻ കരയുകില്ല. യഹോവയീരേ എനിക്കായി കരുതും, നാളെയെ നിനച്ചു ഞാൻ കരയുകില്ല. കണ്ണുനീരെല്ലാം തുടച്ചിടും ഒരു ദിനം അവനെന്റെ ദൈവമല്ലോ. കണ്ണുനീരെല്ലാം തുടച്ചിടും ഒരു ദിനം അവനെന്റെ ദൈവമല്ലോ. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, ആവശ്യമേരത്തെന്നെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോൻ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്തിൽ ഞാൻ ആരാധിക്കും. ദൈവം, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, ആവശ്യമേരത്തെന്നെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോൻ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്തിൽ ഞാൻ. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, ആവശ്യമേരത്തെന്നെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോൻ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്തിൽ ഞാൻ ആരാധിക്കും. യഹോവയീരേ എനിക്കായി കരുതും, നാളെയെ നിനച്ചു ഞാൻ കരയുകില്ല. യഹോവയീരേ എനിക്കായി കരുതും, നാളെയെ നിനച്ചു ഞാൻ കരയുകില്ല. കണ്ണുനീരെല്ലാം തുടച്ചിടും ഒരു ദിനം അവനെന്റെ ദൈവമല്ലോ. കണ്ണുനീരെല്ലാം തുടച്ചിടും ഒരു ദിനം അവനെന്റെ ദൈവമല്ലോ. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, ആവശ്യമേരത്തെന്നെ കൈവിടാത്തവൻ, വാക്കുമാറാത്തോൻ എൻ്റെ ഉള്ളിലുള്ളതാൽ ആത്മസാന്നിധ്യത്തിൽ ഞാൻ ആരാധിക്കുന്നു. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, വാക്കുമാറാത്തോൻ എൻ്റെ ഉള്ളിലുള്ളതാൽ. ദൈവം നല്ലവൻ, ശബ്ദാരേ ഉടനശേ ആമേൻ. വാക്കുമാറാത്തോൻ
ശബ്ദാനേ. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, ആവശ്യമേറെന്റെ കൈവിടാൻ. വാക്കുമാറാത്തോ എന്റെ ഉള്ളിലുള്ളതാ, ദൈവം നല്ലവൻ. ശബ്ദാനം താരവനാരം താരകഥ. ഓ ശവനം തകരം താരകഥ തുടയാനം തകരം ദേ. ഓ ശകരം താരം തകരം ശകരം തകരം ദേ. ചുടിമിരി വനമലപാനവന ശബ്ദാനകതകരം ദേ. ചുടിയാനകരം ദേ. ഓശാനാരം ദാനരേ. ഓ ശബ്ദാരേ. ഓ ഹല്ലേലൂയ. യഹോവയേ എനിക്കായി കരുതും, നാളെ നിനച്ചു ഞാൻ കരയുകില്ല. യഹോവയേ എനിക്കായി കരുതും, നാളെ നിനച്ചു ഞാൻ കരയുകില്ല. കണ്ണുനീരെല്ലാം തുടച്ചിടും ഒരു ദിനം, അവനെന്റെ ദൈവമല്ലോ. കണ്ണുനീരെല്ലാം തുടച്ചിടും ഒരു ദിനം, അവനെന്റെ ദൈവമല്ലോ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, ആവശ്യനേരത്തെന്നെ കൈവിടാത്തവൻ. വാക്കുമാറാത്തോ എന്റെ ഉള്ളിൽ ഉള്ളതാ, ആത്മസാന്നിധ്യത്തിൽ ഞാൻ ആരാധിക്കും. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, ആവശ്യനേരത്തെന്നെ കൈവിടാത്തവൻ. വാക്കുമാറാത്തോ എന്റെ ഉള്ളിലുള്ളതാ, ആത്മസാന്നിധ്യത്തിൽ ഞാൻ. ഹല്ലേലൂയ. ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ. മനുഷ്യൻ സാഹചര്യത്തിനനുസരിച്ച് വാക്ക് മാറും. എന്നാൽ സാഹചര്യം മാറുമ്പോഴും വാക്ക് മാറാത്ത ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അത് കണ്ട് അനുഭവിച്ചറിയുന്ന എത്ര പേരുണ്ട്? വാക്ക് മാറാത്ത കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആമേൻ. ആരും പറയാത്തത് ഏലിയാവ് ആഹാബിനോട് പറഞ്ഞപ്പോൾ അത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായി. ദൈവം അവനെ പോറ്റുവാൻ ഒരു ഉത്തരവാദിത്വം എടുത്തു. കാക്കിയെങ്കിൽ കാക്ക, അവനെ സംരക്ഷിക്കണം, സൂക്ഷിക്കണം. സ്തോത്രം. കർത്താവ് അവനൊരു തോടിൻ്റെ കരയിൽ പോയിരിക്കാൻ പറഞ്ഞു. പറഞ്ഞ ഇടത്ത് തന്നെ ഏലിയാവ് പോയിരുന്നു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തോടിലെ വെള്ളം വറ്റിപ്പോയി. ആമേൻ. തോട്ടിലെ വെള്ളം വറ്റിപ്പോയി. പക്ഷെ അന്നേരം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ പറ്റി ഞാൻ സാരാഫത്തിലെ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. ഈ പറഞ്ഞേക്കുവാന്നല്ല പറഞ്ഞേക്കുന്നത്, എന്തിരിക്കുകയാണ്? കൽപ്പിച്ചിരിക്കുകയാണ്. നിന്നെപ്പറ്റി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കൽപ്പിച്ചിരിക്കുന്നു. ഇനി കൽപ്പിച്ചിരിക്കുന്ന വീടിൻ്റെ പ്രത്യേകത, അവിടെ ഭയങ്കര ക്ഷാമമാണ്. ഒരു അടയുണ്ടാക്കാനുള്ള മാവേ ഉള്ളൂ. അതുണ്ടാക്കി മകനും അമ്മയും കൂടെ കഴിച്ചിട്ട് മരിക്കാനിരിക്കുകയാണ്. മരിക്കാനിരിക്കുന്ന വീട്ടിലാണ് അഭിഷേകത്തിനെ പോറ്റാൻ കൽപ്പിച്ച് പറഞ്ഞാക്കിയേക്കുന്നത്. അല്ലേ? മരിക്കാനിരിക്കുന്ന വീട്ടിൽ നമ്മുടെ കരുതൽ ഇങ്ങനാണ്. മരിക്കാനിരിക്കുന്ന വീട്ടിലാണ് അഭിഷേകത്തിനെ പോറ്റാൻ പറഞ്ഞാക്കി വച്ചിരിക്കുന്നത്. എന്താ പ്രത്യേകത? അഭിഷേകമുള്ളവൻ അവിടെ കാല് കുത്തുമ്പോൾ ക്ഷാമം ക്ഷേമമായി മാറും. അഭിഷേകമുള്ളവൻ കാല് കുത്തുമ്പോൾ ക്ഷാമം ക്ഷേമമായി മാറുമെന്ന് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യഹോവ എനിക്കായി കരുതും, നാളെ ഓർത്ത് ഞാൻ കരയത്തില്ല.
നീ നനയ്ക്കുന്നതിനേക്കാൾ, നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറയ്ക്കും കുടുംബത്തിനും വേണ്ടതും കരുതും. എത്ര ഒരു വിശ്വസിക്കുന്നുണ്ട്? കരുതും. ഹല്ലേലൂയ. കർത്താവ് കരുതും. ആമേൻ. അങ്ങനെ എത്ര സാക്ഷ്യങ്ങളുണ്ടല്ലേ കർത്താവ് കരുതിയ സാക്ഷ്യങ്ങൾ. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ ദേശത്ത് പാർക്കുമ്പോൾ അവിടെ ഒരു കൺവെൻഷൻ വെക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കൺവെൻഷൻ വെക്കും. അപ്പോൾ ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ്. 2 റൂമുള്ളൊരു വീട്ടിൽ പട്ടൺസ് അവരെന്ത് ചെയ്യും? എണ്ണം കുറയ്ക്കുമല്ലോ. അപ്പോൾ നോക്കി പട്ടൺസ് ഇല്ല. അപ്പം അവൾ വൈഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഷർട്ട് വാങ്ങിക്കാം. അപ്പം പൈസ എവിടുന്നാ? അപ്പോൾ എന്നോട് നമുക്ക് ആ മീറ്റിങ്ങിന് വെച്ചേക്കുന്നതിനകത്ത് ഞാൻ പറഞ്ഞു, അത് ഒരെണ്ണം എടുത്താൽ പിന്നെ എല്ലാം പോവും. അങ്ങനല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ. ഒരെണ്ണം എടുത്താൽ എല്ലാം പോവും. മീറ്റിങ്ങിന് വെച്ചേക്കുന്ന പൈസ അവിടെ ഇരിക്കട്ടെ, അത് എടുക്കണ്ട. സെറ്റപ്പും കുത്തിപ്പോയാൽ മതി, കുഴപ്പമില്ലല്ലോ. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ പോയി. ഞാൻ ആദ്യമായിട്ടൊരു യാത്ര ചെയ്യുകയാണ് ദുബായിൽ. അപ്പോൾ എൻ്റെ വൈഫ്, എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, അഭിഷായ്, അമലിയ. 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്, ഡേറ്റൊക്കെ അടുത്ത് വന്നിരിക്കുന്ന സമയമാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാൻ ദുബായി ചെന്നിട്ട് മിനിസ്റ്റർ കഴിഞ്ഞ് 10 ദിവസം ഉള്ളായിരുന്നു അവിടെ. മിനിസ്റ്റർ കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ നേരത്ത് ഒരു സിസ്റ്റർ ഒരു ചെറിയ പെട്ടി വലിച്ചുകൊണ്ട് എൻ്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് വീട്ടിൽ ചെന്നിട്ട് തുറക്കാവൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുവന്നു. അപ്പം ഡെലിവറിയുടെ ഡേറ്റ് അടുത്ത സമയത്താണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്, പെട്ടെന്ന് തിരിച്ചു വരുന്നത്. ദൈവം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്നു. ഞാൻ പറയട്ടെ, ആ പെട്ടിക്കകത്തൊരു പെൺകുഞ്ഞിന് വേണ്ട എല്ലാ ഡ്രസ്സും. ദൈവം നല്ലവൻ. ആമേൻ. ആ പെട്ടിക്കകത്ത് ഒരു പെൺകുട്ടിക്ക് വേണ്ട ഡ്രസ്സ്, പൗഡർ, ക്രീം എല്ലാം. കാരണം നീ സെറ്റപ്പൻ എടുത്ത് കുത്തുമ്പം ജനിക്കുന്നത് ആരാണെന്ന് എൻ്റെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് എത്ര കർത്താവിനെ ആരാധിക്കാൻ പറ്റും? ജനിക്കാൻ പോകുന്ന തലമുറ എൻ്റെ ദൈവത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് ദൈവം ദൂര സ്ഥലങ്ങളിൽ ചിലരോട് പറഞ്ഞ് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ തലമുറയ്ക്കും നീ കരുതിയാൽ കുറഞ്ഞു പോകും, നിന്റെ തലമുറയ്ക്കും നീ സമ്പാദിച്ചാൽ കുറഞ്ഞു പോകും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നീ കണ്ടിട്ടില്ലാത്ത, സിസ്റ്റർ ഇങ്ങ് നോക്കിയേ, നീ കരുതി വെച്ചാൽ കുറഞ്ഞു പോകും. നീ കണ്ടിട്ടില്ലാത്ത, നനച്ചിട്ടില്ലാത്ത വഴി നിന്റെ ഭവനത്തിൽ ദൈവം തുറന്നു തരുന്നത് നീ ദിവസങ്ങളിൽ കാണാൻ പോകുക. സിസ്റ്റർ, നീ അത് വിശ്വസിക്കണം. ദൈവം അത് ചെയ്യാൻ പോകുക. നീ കരുതി വെച്ചാൽ കുറഞ്ഞു പോകും. നീ കണ്ടിട്ടില്ലാത്ത, നനച്ചിട്ടില്ലാത്ത വഴി എൻ്റെ ദൈവം നിനക്ക് തുറക്കും. ആമേൻ. അപ്പൊ എൻ്റെ അനുഭവമാണ് ഇത്, എൻ്റെ അനുഭവമാണ്. അങ്ങനെ പലയിടങ്ങളിൽ മീറ്റിംഗ് നടത്തും, ഈ പരസ്യങ്ങള് മീറ്റിംഗ് നടത്തും. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഒത്തിരി ഉണ്ട്, പറയാം, ഒത്തിരി. ആമേൻ. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ടൂർ പോകാം. ഓണത്തിന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നോർത്ത് ഇന്ത്യക്ക് പോയി. അവന് വേണ്ടി കീബോർഡ് വാങ്ങിക്കാൻ വച്ചിരുന്ന പൈസ എടുത്തുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്തു. അന്നേരം ഇവനോട് ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് കർത്താവ് കീബോർഡ് വാങ്ങിച്ചു തരും, ദൈവം കീബോർഡ് വാങ്ങിച്ചു തരും. ഈ പൈസ എടുത്തുകൊണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി. തിരിച്ചു വന്നപ്പോഴത്തേന് ഇവൻ എന്നോട് കൂടെ എന്നോട് ചോദിക്കും, അപ്പയല്ലേ പറഞ്ഞ് എനിക്ക് കീബോർഡ് വാങ്ങിച്ചു തരാമെന്ന്. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ അപ്പൻ ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം മറക്കുമ്പം മോന് കൂടെ ചോദിക്കാം. പിടി കിട്ടിയില്ല. അപ്പം മറക്കുമ്പം മോന് കൂടെ ചോദിക്കാം. അപ്പനല്ലയോ പറഞ്ഞേ? അങ്ങനെ അപ്പൻ എത്ര വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, എത്ര വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ അപ്പനോട്ട് ബന്ധമുള്ള മക്കൾക്ക് ചോദിക്കാം. ഞാൻ നാട്ടിൽ വന്നു. അന്നേരം ഇവന് ഈ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പതുക്കെ അങ്ങ് അവിടെ നിന്ന് മാറും. ഉടനെ ഇവൻ ചോദിക്കും, കീബോർഡ് വാങ്ങിച്ചില്ലല്ലോ അപ്പയെന്ന് വെച്ചു. സ്തോത്രം. എൻ്റെ തലമുറ ദൈവത്തിൻ്റെ കൃപയാൽ പ്രവചിക്കുന്നൊരു തലമുറയാണ്. ആമേൻ.
ഒരു ദിവസം ഒരു വീട്ടിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പം, എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു, അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവിടുത്തെ മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ എന്തോ ഒരു ദൂത് പിടിച്ച് ഇരിക്കുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ എന്തെങ്കിലും ദൂതുണ്ടോ? അവൻ ഞാൻ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ മോൻ എഴുന്നേറ്റ് ആ കുടുംബത്തോട് ഒരു ദൂത് പറഞ്ഞു. സ്തോത്രം. കാരണം അവൻ പറഞ്ഞ ദൂതായിരുന്നു അവരുടെ വീടിന് ആവശ്യമായിട്ട് ഇരുന്നത്. അത് തന്നെ അവൻ കയറി തൊട്ടു. ആ ദൂത് അവൻ പറഞ്ഞു. അവൻ സ്തോത്രം. നിങ്ങൾ കേൾക്കണോ? ആ ഭവനം അകത്തേക്ക് പോയിട്ട് അവൻ്റെ കയ്യിൽ പൈസ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒരു കീബോർഡ് വാങ്ങിക്കണമെന്ന്. പിടികിട്ടിയോ? ഞാൻ അവരോട് പറഞ്ഞില്ല കീബോർഡ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. ആമേൻ, സ്തോത്രം, ആമേൻ. കണ്ടോ? നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് നമ്മുടെ തലമുറയിൽ വെളിപ്പെട്ട് വരും. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതിൻ്റെ കൊയ്ത്ത് നമ്മുടെ തലമുറകളിൽ സംഭവിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ശക്തിയോടെ നീ ചെയ്യുന്നത് കാണുന്ന ഒരു കർത്താവ്. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിന്നമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിന്നമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ആമേൻ. നമ്മളെ നടത്തുന്ന ഒരു കരമുണ്ട്. ആമേൻ. മനുഷ്യനല്ലല്ലോ നമ്മളെക്കുറിച്ച് വിധിക്കുന്നത്, കർത്താവല്ലേ നമ്മളെ നടത്തുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇറങ്ങി നിന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ദൈവം എന്തും ചെയ്യാൻ ഇറങ്ങി നിന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? കണ്ണു കാണാത്തവൻ വിളിച്ചപ്പോൾ അവൻ സ്തോത്രം ചിലർ മിണ്ടാതിരിക്കാൻ പറഞ്ഞു, പക്ഷെ അവൻ വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു. ഇല്ലേ? അങ്ങനല്ലേ പറയുന്നേ? ഉച്ചത്തിൽ വിളിച്ചു. കർത്താവ് അവന് വേണ്ടി നിന്നു. പറ, കർത്താവ് അവന് വേണ്ടി നിന്നു. പറ, കർത്താവ് അവന് വേണ്ടി നിന്നു. ഇന്ന് നിന്റെ വിളിയുടെ ആഴം അറിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന കർത്താവ്, നിന്റെ വിളിയുടെ ആഴം അറിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന കർത്താവ്. ആമേൻ, 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 ആമേൻ. യേശു നിന്നിട്ട് പറഞ്ഞു, അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുവാൻ. അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എന്നിട്ട് യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? പറ, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? അതിനർത്ഥം നീ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്യാൻ റെഡിയാണ്. നീ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്യാൻ റെഡിയാണ്. ഇന്ന് രാത്രി കർത്താവ് വലിയ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ശക്തിയോടെ ആമേൻ, ആമേൻ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ഞാൻ ആരാധിക്കുന്നേ. എൻ്റെ നേരെ വന്നതാ വാക്കിൻ്റെ അമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ നടത്തുന്ന ഒരു ഭുജബലമുണ്ട്. ആമേൻ. ആ ഭുജബലം കുറുകിപ്പോയിട്ടില്ല. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് തന്ന ഒരു പാട്ടാണ്. ഇത്ര വരി എനിക്ക് തന്നുള്ളൂ. ആമേൻ, സ്തോത്രം. അടുത്ത വരി തന്നില്ല, അത് ഉടനെ കിട്ടും. അന്നേരം ഇത് പുറത്ത് വരും. ആമേൻ. ചേർന്ന് നമുക്ക് പാടി. എന്ന് വെച്ചാൽ ചിലത് നമ്മുടെ ലൈഫിൽ ചില വിടുതലുകൾ സംഭവിക്കുമ്പം
നാളുകൾ പ്രാർത്ഥിച്ചു നടന്നില്ല. എന്നാൽ ചിലതിനു വേണ്ടി പ്രാർത്ഥിച്ചു, പെട്ടെന്ന് അങ്ങ് വിടുതൽ നടന്നു. നടന്നു കഴിഞ്ഞപ്പോൾ ഇത് സ്വപ്നമാണോ അതോ നടന്നോ എന്നൊരു തോന്നലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൂതുണ്ട്. ചിലത് സ്വപ്നമാണോ? അല്ല, നിന്റെ ലൈഫിൽ പെട്ടെന്ന് ചിലത് നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ പത്രോസ് കാരാഗ്രഹത്തിന് പുറത്തു വന്നപ്പോൾ, അവൻ്റെ മുമ്പിൽ പട്ടണത്തിൻ്റെ ഗേറ്റും തുറന്ന് പുറത്തു വന്നപ്പോൾ അവന് സുബോധം വന്നു. ഇല്ലേ, അങ്ങനെ എഴുതിയിരിക്കുന്നു, അവന് സുബോധം വന്നു. ഈ സംഭവിച്ചത് വാസ്തവമോ എന്നറിയാതെ സ്വപ്നം കാണുന്നവനെ പോലെ. എന്ന് വെച്ചാൽ, പത്രോസെ നീ അകത്തല്ല, നീ പുറത്തു വന്നു. പത്രോസെ നീ ഇപ്പോഴും അകത്തല്ല, നീ പുറത്തു വന്നു. ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. പാടി കർത്താവിനെ ആരാധിക്കാം ചേർന്ന്. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാ, തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാൽ, തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ചേർന്ന് എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാൽ, തളർന്നു വീഴാതെ എന്നെ എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാൽ, തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും. എല്ലാ കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ചേർന്ന് യേശുവേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണും
തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ, ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബല. കരമുയർത്തി ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാൻ, തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ആമേൻ ആമേൻ ആമേൻ. ഒരിക്കൽ ഒരു എബ്രായനും മിസ്രൈമിനും തമ്മിൽ ശണ്ടയിട്ടപ്പോൾ അത് മോശ കണ്ടു. മിസ്രൈമിനെ എന്ത് ചെയ്തു? അടിച്ചു കൊന്നു. ഈ വിവരം മോശ ചെയ്ത വിവരം ഫറവോൻ അറിഞ്ഞെന്ന് പറഞ്ഞിട്ടേക്ക് എന്ത് ചെയ്തു? ഓടി. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്നറിയാവോ? ഒരു എബ്രായനും തമ്മിലുണ്ടായി ശണ്ടയുണ്ടായി. അപ്പൊ മോശ അങ്ങോട്ട് ചെന്നു, പരിഹരിക്കാൻ ചെന്നതാണ്. ചെന്നപ്പോൾ മുമ്പ് സംഭവിച്ച കാര്യത്തെപ്പറ്റി ഇവരെന്ത് ചെയ്തു? പറഞ്ഞു. എന്നിട്ട് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവായും ന്യായാധിപതിയായും ആക്കി വച്ചത് ആർ? ഒന്നുകൂടെ പറയാം. നിന്നെ ഞങ്ങൾക്ക് പ്രഭുവായും ന്യായാധിപതിയായും ആക്കി വച്ചത് ആർ എന്ന് വെച്ചാൽ, മോശെ, നിനക്ക് നിന്റെ മേലുള്ള അഭിഷേകം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും നിനക്കെതിരെ നിൽക്കുന്നവർക്കറിയാം നിന്റെ മേലുള്ള അഭിഷേകം എന്താണെന്ന്. ഒന്നുകൂടെ പറയാം. നിന്റെ മേലുള്ള അഭിഷേകം എന്താണെന്ന് നിനക്ക് ബോധ്യമായില്ലെങ്കിലും നിനക്കെതിരെ നിൽക്കുന്നവർക്കറിയാം നിന്റെ മേലുള്ള അഭിഷേകം എന്താണെന്ന്. അപ്പൊ അതുകൊണ്ട് നീ പ്രഭുവാകുന്നതിന് മുമ്പേ, ന്യായാധിപതിയാകുന്നതിന് മുമ്പേ അവര് പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് പ്രഭു ന്യായാധിപതിയും ആക്കി വെച്ചത് ആരാണെന്ന്. അവൻ നീ ആകുന്നതിന് മുമ്പേ ചിലർ എന്തെങ്കിലും പറഞ്ഞാൽ നീ അതായിരിക്കും. നീ ആകുന്നതിന് മുമ്പ് നിന്നെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നീ അതായിരിക്കും. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ നിന്നെ അങ്ങനെ ആക്കണമെന്ന് നിനക്ക് അത്ര ഉത്തരവാദിത്തം കാണത്തില്ല, പക്ഷെ ദൈവത്തിന് ഭയങ്കര അത്യാവശ്യമാണ്. അതുകൊണ്ട് അക്കാരെ ഉയർത്തി ഒന്ന് എഴുന്നേറ്റ് നിന്ന്, എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാൽ ഞാൻ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ചേർന്ന്, എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. എല്ലാ കരമുയർത്തി
ഭുജബലമേ എൻ നേരെ വന്നതാ വാക്കിന്നമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ ഇനിയുള്ള ആണ്ടിലും എന്നെ എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സാന്നിധ്യം അനുഭവിക്കുന്നവർ ചേർന്ന് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ hallelujah shakari ala rabasori